ആടുജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, പിന്നെ സ്നേഹിച്ചവണ്ട് തേച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവരൊക്കെ ഈ സിനിമ ഒന്ന് കാണണം കേട്ടോ. കാരണം ഒരു മനുഷ്യൻ എത്ര അനുഭവിക്കുന്നുണ്ടെന്ന്, ഇങ്ങനെയും ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമ്മുടെയൊക്കെ ജീവിതം എത്ര സ്വർഗ്ഗതുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ബ്ലസ്സി സാർ ഇത്ര 16 വർഷം അദ്ദേഹത്തിൻ്റെ ലൈഫ് ചിലവഴിച്ചതിന് വെറുതെ ആയില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യാമറ വർക്കും സിനിമാറ്റോഗ്രാഫിയും എടുത്ത രീതിയെല്ലാം സബ്ജക്റ്റ് 100% തന്നെയാണ്. പൃഥ്വിരാജ് എൻ്റെ പൊന്നോ, എനിക്ക് ഇതുവരെ പൃഥ്വിരാജ് നല്ലൊരു ആക്ടറായി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്റ്റൈൽ ഒരുപോലെയാണ് തോന്നിയത്. പക്ഷേ ഇതിൽ എൻ്റെ പൊന്നോ, ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ അമ്മാതിരി ഡെഡിക്കേഷൻ. നജീബായി ജീവിച്ചു കളഞ്ഞു. പല സീനുകളും ഞാൻ കരഞ്ഞിട്ടുണ്ട്, കരഞ്ഞു മെഴുകി. പിന്നെ ഗോകുൽ തിമിർത്തു. ഹക്കീമായിട്ട് ആ സിനിമ കഴിഞ്ഞിട്ടും മനസ്സിലൊരു തേങ്ങലോടെ മായാതെ നിൽക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു പ്രശ്നമായി തോന്നിയത് ആദ്യത്തെ അമലാപ്പളും പൃഥ്വിരാജും തമ്മിലുള്ള കുറച്ച് ക്രിഞ്ച് സീനാണ്. അത് ആർട്ടിഫിഷ്യലായി തോന്നി. ബാക്കിയെല്ലാം ഒരേ ആക്ടിങ് ആയിരുന്നു, ആക്ടിങ് സ്റ്റൈൽ ഒരുപോലെ. പിന്നെ കുറേ ആളുടെ സിനിമ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞു മരുഭൂമി കുറേ സമയം മരുഭൂമിയിൽ തന്നെ കാണിക്കുന്നത്. നജീബായി ജീവിച്ചു കളഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നജീബ് അത്രയും അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ശതമാനം മാത്രമേ സിനിമയിൽ കാണിക്കുന്നുള്ളൂ. നമ്മൾ ചെറുതായിട്ട് മാത്രമേ മരുഭൂമിയിൽ വേഗം അവർ രക്ഷപ്പെടുന്നതായി, നജീബ് രക്ഷപ്പെടുന്നതായി കാണിച്ച സിനിമയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായാലും അതിൻ്റെ പെയിന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും പറയുന്നു ബോറടിപ്പിക്കുന്നില്ല, അത് നല്ലൊരു സിനിമയായിട്ട് കാണുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴുണ്ടായ അത് പെട്ടെന്ന് സുഭാഷ് രക്ഷപ്പെട്ടു. അപ്പോൾ അത് പെട്ടെന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അതിൻ്റെ പെയിന് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു നല്ല സിനിമ കണ്ട ഒരു പ്രതീതി ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ഇത് സിനിമ കഴിഞ്ഞപ്പോൾ ഒരു ട്രോമയിലേക്ക് പോകുന്ന രീതിയിലുള്ള അത്രയും മികച്ചതായി നമുക്ക്